3 മണിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് 30ഓളം പൂർണ്ണ ശരീരങ്ങളുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികളും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ ആ മൃതശരീരങ്ങൾ ഇവിടെ മറവ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പറയുന്നത് നമുക്ക് കിട്ടിയത് 154ഓളം ശരീരഭാഗങ്ങളുണ്ടെന്നാണ്. അത് ഓരോന്നും വേർതിരിച്ച് തന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുഴികൾ എടുക്കുന്ന പ്രക്രിയയാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും വന്നാൽ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആവണമെന്നുള്ള അപ്പോൾ അവരുടെ പ്രൊസീജിയർ കഴിഞ്ഞ് വന്നാൽ നമുക്കിവിടെ ആ സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ട്. സർവ്വമത ഇന്നലെ 8 മൃതദേഹങ്ങൾ ഇവിടെ മറവ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ സർവ്വമത പ്രാർത്ഥനയോട് കൂടിയിട്ടും എല്ലാ ആദരവും ബഹുമാനവും കൊടുത്ത് നാടും നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു യാത്രയപ്പ് അവർക്ക് കൊടുക്കണമെന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ശരീര അവയവങ്ങൾ സംസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും ഭാവിയിൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ നമുക്കൊക്കെ പറയാം, ഇത് ഇവിടെ ഇന്നലെ അടക്കം ചെയ്തതിനൊക്കെ അതിൻ്റെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ആ നമ്പറുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, DNA ടെസ്റ്റിനുള്ള എടുത്തിട്ടുള്ളത്. അത് ശരീരഭാഗങ്ങളുടെ DNA ടെസ്റ്റിന് എടുത്തതിനും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കല്ലിൽ നമ്മൾ ആ നമ്പറുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 154 ഈ ശരീരഭാഗങ്ങൾ വെക്കുന്നതിലും ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നത്. 150 ആളുകളെ നമ്മളിവിടെ സംസ്കരിക്കുകയാണ്. അപ്പോൾ അത് ഇന്നലെ തന്നെ പറഞ്ഞു സ്മാരകമൊക്കെ പണിയുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. സ്മാരകം പണിയണം. ഇപ്പോൾ നമ്മൾ ഈ പന്തലിട്ട ഭാഗം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള കുഴികൾ നമ്മൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പന്തലിട്ട ഭാഗത്ത് ഈ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള അവരുടെ സ്മാരകം നമുക്കിവിടെ പഞ്ചായത്ത് പണിയണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. അത് ഇന്നലെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ പുത്തുമലക്കുള്ള ഒരു സ്മാരകം ഞങ്ങളിവിടെ പണിയണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.